പൈത്തണിലെ ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ടെക്സ്റ്റ് ഡാറ്റ ടൈപ്പ്. അതിൽ വരുന്നതാണ് സ്ട്രിങ്. str എന്ന് പൈത്തണിൽ കൊടുക്കും. x hello world. അതായത് എന്തെങ്കിലും ഒരു നെയിമോ ഒക്കെ കൊടുക്കുന്നതിനാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ന്യൂമറിക് ഡാറ്റ ടൈപ്പ്. അതിൽ ഫസ്റ്റ് വൺ ഇന്റിജർ നമ്പേഴ്സ്. അതിന് int എന്ന് പറഞ്ഞ് പൈത്തണിൽ കാണിക്കും. x 20 അല്ലെങ്കിൽ x 5 ഒക്കെ ഒരു ഇന്റിജർ നമ്പർ ആണ്. നെക്സ്റ്റ് ആണ് ഫ്ലോട്ട് നമ്പേഴ്സ് എന്ന് വെച്ചാൽ പോയിന്റ് വരുന്ന നമ്പേഴ്സിനാണ് ഫ്ലോട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. x 20.5 അല്ലെങ്കിൽ x 1.5 ഒക്കെ വരുന്നത് ഫ്ലോട്ട് നമ്പേഴ്സ് ആണ്. ഇനി കോംപ്ലക്സ് നമ്പേഴ്സ് x 1j. ഇനി അടുത്ത ഡാറ്റ ടൈപ്പ് ആണ് സീക്വൻസ് ഡാറ്റ ടൈപ്പ്. സീക്വൻസ് ഡാറ്റ ടൈപ്പിൽ ഫസ്റ്റ് വൺ ആണ് ലിസ്റ്റ് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. x സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതിനകത്ത് വാല്യൂ കൊടുക്കുക, ആപ്പിൾ കോമ ഓറഞ്ച് കോമ ഗ്രേപ്പ്. അതായത് ലിസ്റ്റ് എപ്പോഴും എഴുതുന്നത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തായിരിക്കും. അതുപോലെ അതിൽ വാല്യൂസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ യൂസ് ചെയ്തിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. പിന്നെ ടപ്പിൾ എന്ന് പറയുന്നതും സെയിം അതുപോലെ തന്നെയാണ്, പക്ഷേ സ്ക്വയർ ബ്രാക്കറ്റ്സിന് പകരം നമ്മളിവിടെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് റേഞ്ച് x range of 6 അല്ലെങ്കിൽ x range of 1. ഇതും നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസിൽ വരും. ഇനി അടുത്തതാണ് മാപ്പിംഗ് ഡാറ്റ ടൈപ്പ്. മാപ്പിംഗ് ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് ഡിക്ഷണറി അഥവാ ഡിക്ക്. പൈത്തണിൽ ഡിക്ക് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ x കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, നെയിം കോളൻ റാം കോമ age 36. അതായത് ഇപ്പൊ നോർമലി ഒരു ഡിക്ഷണറിയിൽ നമ്മൾ നോക്കിയാൽ അതിനകത്ത് ഒരു കീവേഡ് ഉണ്ടാവും, അതിന്റെ ഒരു വാല്യൂവും കാണും. അങ്ങനെയായിരിക്കും ഒരു ഡിക്ഷണറിയുടെ ഫോർമാറ്റ്. സെയിം ഫോർമാറ്റ് തന്നെയാണ് ഇവിടുത്തെ പൈത്തണിലെ ഡിക്ഷണറിയിലുള്ളത്. അതായത് x എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് അസൈൻ ചെയ്യാണ്, കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ നെയിം എന്ന് പറയുന്നതാണ് കീവേഡ്, അതിന്റെ വാല്യൂ ആണ് റാം എന്ന് പറയുന്നത്. കീവേഡിനെയും വാല്യൂവിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോളൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഏജ് ഒരു കീവേഡ് ആണ്, 36 എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. അപ്പൊ ഇതാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സെറ്റ് ഡാറ്റ ടൈപ്പ്. സെറ്റ് ഡാറ്റ ടൈപ്പിൽ ഫസ്റ്റ് വൺ ആണ് സെറ്റ് ഇങ്ങനെയാണ് എഴുതുന്നത്. x കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, വാല്യൂസ് ആപ്പിൾ ബനാന ചെറി കൊടുക്കുക, അതിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഇനി ഫ്രോസൺ സെറ്റ് എന്ന് പറയുന്നതും സെറ്റ് പോലെ തന്നെയാണ്, പക്ഷെ കേളി ബ്രാക്കറ്റിന് മുന്നേ ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് നമ്മളോട് കൊടുക്കണം. ഇനി അടുത്തതാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പിന്റെ ആവശ്യം വരുന്നത്. അപ്പോ x ട്രൂ അല്ലെങ്കിൽ x ഫോൾസ് എന്നൊക്കെ കൊടുത്താൽ അത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആണ്. ഇനി അടുത്തത് നൺ ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ x നൺ, അതായത് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും ഇല്ലാത്തതിനെയാണ് നൺ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പൈത്തണിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡാറ്റ ടൈപ്സ് ആണുള്ളത്. 4 ഡാറ്റ ടൈപ്സ് ആണുള്ളത്. ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി. ഈ 4 നമ്മൾ കൂടുതലായിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോസിൽ കൂടുതലായിട്ട് കാണാം.